ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ത്യ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ക്ലാസ് 11ലെ ടെക്സ്റ്റും കൂടെ തീർക്കാമെന്ന് വിചാരിച്ചു. സോ അതിൽ കുറച്ച് ചാപ്റ്റർ ഉണ്ട്. സോ നമ്മൾ യൂണിറ്റ് 1 തീർക്കാമെന്ന് വിചാരിച്ചു, ഡെവലപ്മെൻറ്റ് പോളിസീസ് ആൻഡ് എക്സ്പീരിയൻസ്. സോ നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം അതിന് തൊട്ട് മുന്നേ തൊട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, ഇതിൽ പറയുന്നുണ്ട് എങ്ങനെയായിരുന്നു ഇന്ത്യ എക്കണോമി ഇൻഡിപെൻഡൻസ് ആകുന്ന ടൈമിന്, പിന്നെ ആഫ്റ്റർ 4 decades ഓഫ് ദ പ്ലാൻ ഡെവലപ്മെൻറ്റ് എന്തായിരുന്നു ഇന്ത്യ ചൂസ് ചെയ്ത പാത്ത്, എന്തുകൊണ്ട് ആ ഒരു സ്റ്റെപ്പിൽ വിജയിച്ചു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ത്യ എക്കണോമി ഓൺ ദ ഏവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി എന്തൊക്കെയാണ് പഠിക്കുകയെന്ന് വെച്ചാൽ എങ്ങനെയായിരുന്നു ഇന്ത്യൻ എക്കണോമിയുടെ സ്റ്റേറ്റ് 1947, പിന്നെ ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ് ടു ദ അണ്ടർ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്റ്റാഗ്നേഷൻ ഓഫ് ദ ഇന്ത്യൻ എക്കണോമി. So India is a pivot of our empire. And if the empire loses any other part of its dominion, we can survive. But if we lose India, the sun of our empire will have set. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് അത്രത്തോളം റിസോഴ്സ് റിച്ച് കൺട്രി ആയിരുന്നു. ഇവിടെ നിന്ന് സാധനങ്ങൾ അങ്ങോട്ട് റോ മെറ്റീരിയൽസ് ഒക്കെ അങ്ങോട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നൊരു പദ്ധതിയായിരുന്നു ബ്രിട്ടീഷുകാർക്കും ഉണ്ടായിരുന്നത്. അത് എവിടെ ചെന്നാലും ബ്രിട്ടീഷുകാർ അങ്ങനെയാണ് ചെയ്യുന്നത്. അവരുടെ എക്കണോമി ലൈക്ക് ആ രീതിയിലാണ് അവർ തിങ്ക് ചെയ്യുന്നത്. സോ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് നമ്മുടെ ബേസിക് ഫീച്ചർ ഓഫ് ഇന്ത്യൻ എക്കണോമി എന്താണ് ഇപ്പോൾ വരുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇതുവരെ എത്തി എന്നുള്ളതാണ്. ഓക്കെ, സോ എന്തായിരുന്നു സ്റ്റേജ് ഓഫ് ഇന്ത്യൻ എക്കണോമി പ്രയർ ടു ദ കൺട്രീസ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഫോം ആൻ ഐഡിയ ഓഫ് ദ വേരിയസ് കൺസിഡറേഷൻ ദാറ്റ് ഷേപ്ഡ് ഇന്ത്യസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ എക്കണോമി എന്ന് പറയുന്നത് കറണ്ട് മേക്കിംഗ് കൊണ്ടുണ്ടായതല്ല, അത് പണ്ടത്തെ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് അതിന് റൂട്ടുണ്ട്. ഓക്കെ, ദ സോൾ പർപ്പസ് ഓഫ് ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കൺട്രീനെ ഒരു റോ മെറ്റീരിയൽ സപ്ലയറിൽ നിന്ന് ഒരു എക്സ്പാൻഡിങ് മോഡേൺ ഇൻഡസ്ട്രിയൽ ബേസിലോട്ട് മാറ്റുക എന്നുള്ളത്. അതായത് നമ്മൾ റോ മെറ്റീരിയൽ സപ്ലയർ ആവരുത്, പകരം നമുക്കൊരു ഇൻഡസ്ട്രിയൽ ബേസ് എക്സ്പാൻഡ് ചെയ്ത് മോഡേൺ ആവുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, അതായത് ഒരു എക്സ്പ്ലോയിറ്റഡ് ആയിട്ടൊരു കൺട്രിക്ക് ശരിക്കും അറിയാൻ പറ്റും ഇങ്ങനെ നമ്മൾ ആയിരുന്നു, ഇനി എങ്ങനെ അതിലോട്ട് പോകാൻ പാടില്ല എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്തുമാത്രം വളരെയധികം താഴ്ന്ന രീതിയിലായിരുന്നു എന്നുള്ളതാണ്. അതായത് അഗ്രികൾച്ചർ ആയിരുന്നു, അറിയാമല്ലോ, അഗ്രികൾച്ചർ അന്നും ഇന്നും എന്നും തന്നെ മോസ്റ്റ് ഓഫ് ദ പീപ്പിളിൻ്റെ ലൈവ്ലിഹുഡാണ്. ഒരു അന്നത്തെ അന്നം കഴിച്ചുകൂടാമെന്ന മാത്രമേ അഗ്രികൾച്ചർ ഫാമേഴ്സിന് അന്നും കിട്ടിയിട്ടുള്ളൂ, ഇന്നും കിട്ടിയിട്ടുള്ളൂ. സോ അപ്പോൾ നമുക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, പിന്നെ നമ്മുടേതായ എന്താ പറയുക ആർട്ട് ആൻഡ് ആർട്ടിഫാക്ട്സ്, അതൊക്കെ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോയി. കാരണം പണ്ടൊക്കെ ഈ മുഗൾ രാജ്യത്ത് ക്രാഫ്റ്റ്സ്മാൻഷിപ്പൊക്കെ അങ്ങോട്ട് പോയി അവർക്ക് വേണ്ടി സാധനം ചെയ്തു കൊടുക്കും. പക്ഷേ ഈ ബ്രിട്ടീഷേഴ്സ് വന്നതിന് ശേഷം അവരുടെ ആ ഒരു സ്ഥാനം പോയി, അവരെയൊക്കെ ഓടിച്ചു വിട്ടു, മനസ്സിലായില്ലേ? അതാണ് നടന്നത്. അപ്പം നമുക്കൊരു സ്റ്റാൻഡേർഡ് അവർ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ ഫോക്കസ്. ഓക്കെ, ഇനി ഇത് നോക്കുക. മസ്ലിൻ എന്ന് പറയുന്നൊരു കോട്ടൺ ടെക്സ്റ്റൈലാണ്. അത് ബംഗാളിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. ധാക്കയിലും ഇൻ ആൻഡ് അറൗണ്ട് ആയിട്ടുണ്ടായിരുന്നു. സോ ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ബംഗ്ലാദേശിലാണ് ഇപ്പോഴത്തെ ക്യാപിറ്റൽ സിറ്റി. ധക്കായി മസ്ലിൻ എന്നാണ് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഫൈനസ്റ്റ് വെറൈറ്റിയാണ് മാൽ. ഓക്കെ, സംടൈംസ് ഫോറിൻ ട്രാവലേഴ്സ് ഓൾസോ യൂസ് ടു റെഫർ ഇറ്റ് മാൽ ഷുവഹി ഓർ മാൽ ഖാസ് എന്ന് പറയും. അത്രയും റോയൽറ്റി ആയിട്ടുള്ള അണിഞ്ഞിരുന്നൊരു സംഭവമാണ് മുസ്ലിം. സോ ഇതിവരുടെ ഒരു ഇതുപോലെ കാരണം ബ്രിട്ടീഷേഴ്സ് കാരണം എന്ത് പറ്റി, തകർന്നു പോയിട്ടുണ്ട്. സോ എക്കണോമിക് പോളിസീസ് പെർസ്യൂഡ് ബൈ കൊളോണിയൽ ഗവൺമെൻറ് എന്തിനായിരുന്നു, അവർക്ക് അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് ആയിരുന്നു വലുതല്ല. അവരുടെ ഹോം കൺട്രിയായ യൂറോപ്പിൻ്റെ എക്കണോമിക് ഇൻഡസ്ട്രീസ് വളർത്തണം എന്നുള്ളതായിരുന്നു അവരുടെ തോട്ട്. സോ അവരുടെ പോളിസീസൊക്കെ എന്തായിരിക്കും, അവരുടെ അതിന് വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊളോണിയൽ ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ നാഷണൽ അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ചില ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ പോലും അത് വളരെ കൺഫ്ലിക്റ്റിംഗ് ആയിട്ട്, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബായ്, ഫിൻലാസ് സെറാസ്, KRV റാവു, RC ദേശായി. It was Rao whose estimates during colonial period was considered very significant. Most studies did find that country's growth of aggregate real output during the first half of the 20th century was less than 2%. അതായത്
വെറും ഔട്ട്പുട്ട് തന്നെ വെറും 2% താഴെയായിരുന്നു. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ആ എക്കണോമിയുടെ അവസ്ഥ. അഗ്രികൾച്ചർ സെക്ടർ, ഇന്ത്യസ് എക്കണോമി അണ്ടർ ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ എന്ന് പറഞ്ഞാൽ 85% പണ്ട് ജീവിച്ചിരുന്നു ലൈവ്ലിഹുഡ് ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ഒക്കെ അഗ്രികൾച്ചറാണ്. ഓക്കെ, അത് ഓക്യുപ്പേഷനേക്കാളും ലാർജ് പോപ്പുലേഷൻ അതൊരു ലൈവ്ലിഹുഡ് ആയിരുന്നു. ഓക്കെ, സോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി വളരെയധികം കുറഞ്ഞിരുന്നു. ലാൻഡ് സെറ്റിൽമെൻറ്റ് സാമീന്ദാരി പോലത്തെ സിസ്റ്റംസ് ഉള്ളതുകൊണ്ട് കൊളോണിയലിസം ഇടയ്ക്ക് ആൾക്കാരുടെ ഉള്ളിൽ തന്നെ ഭിന്നതയുണ്ടായിരുന്നു. ഓക്കെ, അതായത് റവന്യൂ സെറ്റിൽമെൻറ്റ് ജമീന്ദാസിനാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ജമീന്ദാസിന് ഒരു വേലയും കൂലിയും ചെയ്യാതെ അവർക്ക് പൈസ കിട്ടിക്കൊണ്ടേയിരുന്നു. അവർ ഈ പെസൻറ്റിനെ അടിമപ്പണി ചെയ്യിപ്പിച്ച് എങ്ങനെയെങ്കിലും പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നത് മാത്രമേ അവർക്കുള്ളൂ. അവർക്ക് ഇവരുടെ വെൽഫെയറിനെ പറ്റിയോ അവരുടെ പറ്റിയൊന്നുമില്ല. ഓക്കെ, സോ പിന്നെ ക്യാഷ് ക്രോപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറും വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സ് കൊണ്ട് നോക്കിയിട്ട് പോവാം. French traveler Bernier described 17th century Bengal. The knowledge I have acquired of Bengal is in two visits inclined me to believe that is richer than Egypt. അതായത് ബംഗാൾ 17th സെഞ്ചുറിയിൽ എഴുതിയതാണ്. ബംഗാൾ ഈജിപ്തിനേക്കാളും റിച്ചറാണ്. അതായത് എക്സ്പോർട്സ് എല്ലാം കൊണ്ടും ബംഗാൾ എന്ന് പറയുന്നത് ഈജിപ്തിനേക്കാളും റിച്ചറാണെന്നാണ്. പക്ഷേ അവർ വന്നതിന് ശേഷം, അതായത് ബ്രിട്ടീഷേഴ്സ് വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് ഉണ്ടായത്. മനസ്സിലായല്ലേ? ഇവിടെ ഫ്രം രാജ്മഹൽ ടു ദ സീ ഈസ് എൻ എൻലെസ് നമ്പർ ഓഫ് കനാൽസ് കട്ട് ഇൻ ബൈഗോൺ ഏജസ് ഫ്രം ഗാഞ്ചസ് ബൈ ഇമ്മൻസ് ലേബർ ഫോർ നാവിഗേഷൻ ആൻഡ് ഇറിഗേഷൻ. സോ അതാണ് അവർ പറയുന്നത്. ഒരു ബോക്സ് പോലും വിടരുത് കേട്ടോ. ഇതല്ല വർക്ക് ദീസ് ഔട്ട് അല്ല, അല്ലാതെ ഒരു ബോക്സും വിടരുത്. ബിക്കോസ് ബോക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. സോ ഇപ്പോൾ ക്യാഷ് ക്രോപ്സ് കമേഴ്ഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു, ജമീന്ദാരി റവന്യൂ സിസ്റ്റം ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ഫാമിംഗ് കൾച്ചറിനെ തന്നെ വളരെയധികം അത് ബ്ലോക്ക് ചെയ്തിരുന്നു. ഓക്കെ, സോ ഇതിൽ നിന്നും നമ്മുടെ ഫാർമിൻ്റെ എക്കണോമിക് കണ്ടീഷൻ ഇമ്പ്രൂവ് ആയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ക്യാഷ് ക്രോപ്പ് ഫുഡ് ക്രോപ്സിന് പകരം ഒരു ക്യാഷ് ക്രോപ്സ് ആണ്. അപ്പോൾ ആഹാരം പോലും ഇല്ലാതെ ഒരു അവസ്ഥയായി. അപ്പം മാത്രമല്ല ഈ ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷേഴ്സ് അവരെ ഹോം കൺട്രി കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് യൂസ് ചെയ്യുന്നത്. ഇറിഗേഷന് കുറച്ച് പ്രോഗ്രസ് ഉണ്ടാകുന്നതല്ലാതെ ടെറസിങ്ങിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, ഫെൽറ്റ് കൺട്രോൾ ഇല്ല, ഡ്രെയിനേജ് ഇല്ല, ഡീസാലിനേഷൻ ഓഫ് സോയിൽ, എല്ലാം പ്രശ്നങ്ങളാണ്. അപ്പോൾ സ്മോൾ സെക്ഷൻ ഓഫ് ഫാമേഴ്സ് അവർ ക്രോപ്പിംഗ് പാറ്റേൺ ഫുഡ് ക്രോപ്പിംഗ് കൊമേഴ്ഷ്യലാക്കി. ലാർജ് സെക്ഷൻ ഓഫ് ടെനൻറ്റ് സ്മോൾ ഫാമേഴ്സ് ഷെയർ ക്രോപ്പേഴ്സ് ഒക്കെ അവർക്ക് ഇതിനോട് റിസോഴ്സസ് പോലും ഇല്ല, അവരെല്ലാം കളയാനായിട്ട് തീരുമാനിച്ച് നിൽക്കും. ഇൻഡസ്ട്രിയൽ സെക്ടർ ആവട്ടെ അഗ്രികൾച്ചർ പോലെ തന്നെയാണ് ഇൻഡസ്ട്രി സെക്ടർ. ഒരു ഇൻഡസ്ട്രിയൽ സൗണ്ട് ബേസ് നമുക്ക് ഇല്ലായിരുന്നു. വേൾഡ് ഫേമസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് വരെ ഡിക്ലൈൻഡ് ആയിപ്പോയായിരുന്നു. ഓക്കെ, സോ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ അധികമായിട്ടുള്ളത്. മാത്രമല്ല ബ്രിട്ടീഷ് നമ്മുടെ ഇന്ത്യനെ ഒരു മാർക്കറ്റായിട്ടാണ് കൺസിഡർ ചെയ്തത്. അതായത് ഇവിടെ നിന്ന് സാധനം അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് അവിടെ നിന്ന് സംഭവങ്ങൾ തിരിച്ചിങ്ങോട്ട് അയച്ച് നമ്മൾ വാങ്ങുക എന്നുള്ളതാണ്. സോ അതായിരുന്നു ഇവരുടെ മേജർ അജണ്ട. Okay, so during the second half of the 19th century, modern industry began to take root in India. അതായത് മോഡേൺ ഇൻഡസ്ട്രി ഒക്കെ വന്നു തുടങ്ങി. ടിസ്കോ വന്നു. ടിസ്കോ വന്നത് 1907 ഓക്കെ, പിന്നെ കോട്ടൺ ടെക്സ്റ്റൈൽ മില്ല് വന്നിട്ടുണ്ട് മഹാരാഷ്ട്ര, ഗുജറാത്തിലൊക്കെ. ജൂട്ട് മില്ല് ബംഗാളിൽ വന്നു. സ്റ്റീൽ വന്നു. ടാറ്റ ഫൈനാൻഷ്യൽ കമ്പനി, ടിസ്കോ 1907 ഓർത്ത് വെച്ചേക്കാം. ഫ്യൂ അതർ ഇൻഡസ്ട്രീസ് വന്നു. അത് കഴിഞ്ഞ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി വന്നു. ഫർദർ ഇൻഡസ്ട്രിയലൈസേഷൻ. ക്യാപിറ്റൽ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ എന്താ പറയുക, മെഷീൻ ടൂൾസ് ആണ്. ഓക്കെ, അത് വീണ്ടും കൺസപ്ഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അത് വെച്ച് നമ്മൾ ഗ്രോത്ത് കൊണ്ടുവന്നു. പക്ഷെ GDP വളരെ കുറവായിരുന്നു. ഓക്കെ, പിന്നെ ഫോറിൻ ട്രേഡ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ട്രേഡിംഗ് ആണല്ലേ. റോമിന്ന് വരെ ഇവിടെ ആൾക്കാർ വന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടെന്ന് ഒരുപാട് അരികമേടിൽ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇന്ത്യ. പക്ഷെ നമ്മൾ ബ്രിട്ടീഷ് ആകുമ്പോൾ എന്ത് പറ്റി, ബ്രിട്ടീഷേഴ്സ് അവരുടെ കൺട്രി മാത്രം നോക്കി. അവരുടെ മോണോപ്പൊളിയാണ് മോണോപ്പൊളി എന്ന് വെച്ചാൽ അവരുടെ ഓൺ കൺട്രോൾ. സോ മോർ ദാൻ ഹാഫ് ഓഫ് ദി ഇന്ത്യസ് ഫോറിൻ ട്രേഡ് വാസ് റെസ്ട്രിക്റ്റഡ് ടു ബ്രിട്ടൻ. ബാക്കി ചൈന, ശ്രീലങ്ക, പേർഷ്യ, ഇറാൻ. പേർഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറാനാണ് കേട്ടോ. സെയിലോൺ, ശ്രീലങ്ക, പേർഷ്യ, ഇറാൻ. സൂയിസ് കനാലിന് കുറച്ചുകൂടെ ബ്രിട്ടീഷിൻ്റെ കൺട്രോൾ ഇൻറ്റൻസിഫൈ ചെയ്തു. ഒരുപാട് നമുക്ക് ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിൻ്റെ കൊളോണിയൽ പീരീഡിൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ്. ഫുഡ്, ഗ്രെയിൻ, ക്ലോത്ത്സ്, കെറോസിൻ എക്സെട്ര വെർ സ്കാർസ്ലി അവൈലബിൾ. ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ വരെ
വരെ വളരെയധികം വില കൊടുത്താണ് നമ്മൾ വാങ്ങിച്ചിരുന്നത്. ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ഇത് സൂയസ് കനാലിൽ കൂടെയുള്ള ട്രേഡാണ്. വരച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. UK നിന്ന് മെഡിറ്ററേനിയൻ സീ വഴി, റെഡ് സീ വഴി, സൂയസ് കനാൽ വഴി, റെഡ് സീ വഴി ഇന്ത്യയിലേക്ക്. കണ്ടോ, അതാണ് ഈ 2 മറ്റേത് ഇത്രയും കടന്ന് വേണം വരാൻ. ഇത് എളുപ്പമാണ് ഇതുവഴി വരാൻ. ഓക്കെ, സൂയസ് കനാൽ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ വാട്ടർ വേ ആണ്. അത് ഇസ്തുമസ് ഓഫ് സൂയസ് ഇൻ നോർത്ത് ഈസ്റ്റേൺ ഈജിപ്തിൽ നിന്ന് കണക്ട്സ് പോർട്ട് സയദ് ഓൺ മെഡിറ്ററേനിയൻ സീ വിത്ത് ഗൾഫ് ഓഫ് സൂയസ്. അപ്പോൾ സയദിനും സൂയസിനെയും ഇവിടെ കണക്ട് ചെയ്യുന്നതാണ്. സയദ്, മെഡിറ്ററേനിയൻ സീ, ഗൾഫ് ഓഫ് സൂയസ്. ഓക്കെ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാട്ടർവേസ് ആണ്. ബിക്കോസ് ഇത് തുറക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്രയും ചുറ്റിക്കറങ്ങി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആണ്, അതായത് 2021 മുന്നേ ആണ് ആദ്യത്തെ സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. രണ്ടാമത്തെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ 2021 ശേഷമാണ്. സോ നെയ്തർ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ നോർ ദ റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഹൈ ആയിരുന്നില്ല. ഓക്കെ, മാത്രമല്ല മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്. ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി എന്ന് 218. ഓക്കെ, പിന്നെ ഇപ്പോൾ വീണ്ടും കുറഞ്ഞിട്ടുണ്ട് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി. അതൊക്കെ നോക്കിക്കോളാം. ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞാൽ 44 വയസ്സായിരുന്നു, ഇപ്പോൾ വീണ്ടും കൂടിയിട്ടുണ്ട്, നോക്കുക. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്പെസിഫൈ എക്സ്റ്റെൻറ്റ് ഓഫ് പോവർട്ടി. ഓക്കെ, പിന്നെ ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്തായിരുന്നു? അഗ്രികൾച്ചർ സെക്ടർ ആയിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ഒക്കുപേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെന്താണ്, 70 to 75% വേർ ദ മാനുഫാക്ചറിംഗ് സർവീസിന് അക്കൗണ്ട് ഫോർ ദ 10-52%. ഇവ ഡിഫറെൻ്റ് ആണ്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കൊളോണിയൽ റിജൈമിൽ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേ, അതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ കൂടി. കാരണം അവർക്ക് അവരുടെ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണം. റെയിൽവേ ആയാലും വാട്ടർ ആയാലും റോഡായാലും അതൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ് റെയിൽവേസ് ഇൻ ഇന്ത്യ 1950s. അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ഇത് ലോങ് ഡിസ്റ്റൻസിന് ഉപയോഗപ്പെടുത്തി. ജോഗ്രഫിക്കൽ ബാരിയർ, കൾച്ചറൽ ബാരിയേഴ്സ് ഒക്കെ മാറി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാൻ തുടങ്ങി, കുറച്ചുകൂടി മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളുടെ അടുത്ത് ഇപ്പോൾ നമ്മൾക്കും നമ്മുടെ നെയ്ബറിനും ഒരേപോലത്തെ ഹ്യൂമൻ റൈറ്റ് വയലേഷനാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാം. സോ ഇതേപോലത്തെ റെയിൽവേസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുമല്ലേ, അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കും. സോ ഫസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ബോംബെ വിത്ത് ടാനി 1854 ആണല്ലോ. സോ ഇന്ത്യൻ പീപ്പിൾ ഒരുപാട് ഇൻട്രൊഡക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എക്കണോമിക് ലോസ് കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ കാടുകൾ വെട്ടിത്തെളിച്ച് മനസ്സിലായില്ല. മാത്രമല്ല ഒരുപാട് ടിമ്പറുകളുണ്ട്, അതായത് ഈ ഫോറസ്റ്റ് ടിമ്പറാണ് ഏറ്റവും കൂടുതൽ റെയിൽവേ ലൈനിൽ ഇപ്പോൾ ബ്ലോക്സ് വെക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഫോറസ്റ്റിനെയൊക്കെ വെട്ടിത്തെളിച്ച് ടിമ്പർ വെച്ച് പിടിപ്പിച്ച് ഒരുപാട് നാച്ചുറൽ ഫോറസ്റ്റ് വെട്ടിക്കളഞ്ഞാണ് ഇതേപോലത്തെ റെയിൽവേ ലൈൻസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്കത് ഒരുപാട് എക്കണോമിക് ലോസ് ആണ്. അലോങ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് റോഡ്സ് ആൻഡ് റെയിൽവേസ്, കൊളോണിയൽ ഡിസ്പോസിഷൻ, ഒരുപാട് ഇൻലാൻഡ് ട്രേഡ്, CV അതൊക്കെയുണ്ട്. പിന്നെ കോസ്റ്റ് കനാൽ ഓഫ് ഒറീസ. ഓക്കെ, പിന്നെന്താണ്, ടെലഗ്രാഫ് ഇൻ ഇന്ത്യ, ഇലക്ട്രിക് ടെലഗ്രാഫ് എക്സ്പെൻസീവ് സിസ്റ്റം ആണെങ്കിൽ പോലും പോസ്റ്റൽ സർവീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ ഇത് നോക്കിക്കൊള്ളാം, ടാറ്റ എയർലൈൻസ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ഇൻ 1932. ആദ്യത്തെ ഇനാഗ്രേഷൻ ടാറ്റ എയർലൈൻസ് ആണ് കേട്ടോ, 1932. പിന്നെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയപ്പോൾ തന്നെ 2 century ലോങ് ആയിട്ടുള്ള ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ആക്ച്വലി അതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തുടങ്ങിയായിരുന്നു അല്ലേ. നമ്മൾ വളരെ വീക്കായി, ഫോറിൻ ട്രേഡ് വളരെ വീക്കാണ്. എല്ലാം നമുക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലേ. വളരെയധികം പരിതാപകരമായ അവസ്ഥയാണ്. സോ ഇത് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ. സോ സിമ്പിളായിട്ട് നമുക്ക് തീർന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ലെസൺ ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.